السلام عليكم ورحمة الله وبركاته. الحمد لله وحده، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أيها الناس اتقوا الله عباد الله. ബഹുമാനമുള്ള സഹോദരന്മാരെ, ഹിരിയായങ്ങളെ, സഹോദരിമാരെ, പിർസത്തോ മക്കളെ, അല്ലാഹു സുബ്ഹാനഹു തആലരെ നിയമനിർദ്ദേശ ജീവിതത്തിലെ എല്ലാ സന്ദർഭത്തിൽ പാലിച്ചിട്ട് മരിക്കറൊടുത്തോളം ತಕ್ವ ಕೈ ಬಿಡಾಮಾರು ಜೀವನಾಕೋನು ಚೆಂತು ನನ್ನ ಸ್ವಂತ ನಫ್ಸರ ಮರಕಾಂಡು ನಿങ്ങളൊಟ್ಟಿಗೆ ನಾನು ವಸಿಯತ್ತಾಕರೆ ನೆನಪಾಕರೆ. സത്യവിശ്വാസികളായിട്ടുള്ളതായ ആൾമാരെ സംബന്ധിച്ചോളം വലിയ ഒരു തൗഫീഖ്, ഹല്ല്, സൗഭാഗ്യ എന്തായിത്തിക്കുന്നത്? പരിശുദ്ധമായ പരിപാവനമായ പുണ്യങ്ങളുടെ പൂക്കാലമായിട്ടുള്ളതായ വിശുദ്ധ റമളാനിനെ ഒരിക്കൽ കൂടി സ്വീകരിക്കുകയുള്ളതായ ഭാഗ്യ അല്ലാഹു സുബ്ഹാനഹു തആല തന്ന ഇത് വലിയ ഒരു അനുഗ്രഹമായിത്തിക്കറ്, നിഅമത്തായിത്തിക്കറ് സത്യവിശ്വാസികളായിട്ടുള്ളതായ ആൾമാർക്ക് മാത്രം. കാരണം പോയ റമളാനിൽ ഇതേപോലെ ക്ലാസ്സിൽ തെച്ച ആൾമാർ, തറാവിഹി നിസ്കാരത്തിക്ക് കൂടിയ ആൾമാർ, അവസാനത്തെ 10 ഈത്തിക്കാഫിലിരുന്ന ആൾമാർ, ഒട്ടിക തെച്ചിത്ത് നോമ്പ് തുറന്ന ആൾമാർ, പള്ളിയിൽ കണ്ടുമുട്ടിയതായ ആൾമാർ, ധാരാളം സഹോദരന്മാർ, സഹോദരിമാർ ഈ റമളാൻ വരുമ്പത്തുകു ബർസഖിയായ ലോകത്തിലെത്തിക്കാർ. അങ്ങനെ സ്ഥിതിഗതി എന്താണ് എനിക്ക് പിടിയില്ല. അങ്ങനെ അമലുമായിട്ട് അങ്ങ് പോയാർ. ನಾನು ನೆನಪಾಕಿರೋದು 2 നാൾ മുന്നോളു ഞങ്ങളെ ഒരു സഹോദര മരണപ്പെട്ടിട്ട്. അയാളും നാണ് ഒരു വാരം മുന്നോളു ഉള്ളാളത്ത് സൽസബിയിൽ അസർ നിസ്കരിച്ചിട്ട് ഒട്ടിക്ക് ചായ കുടിച്ച. അപ്പം അയാൾ നണ്ടൊട്ടിക്ക് ചെന്ന്, ഉസ്താദേ, ಈ ರಮಲಾನ್ ಮುಟ್ಟ ಬಂದವನುಂಡು
ನಾನೊರು ಪ್ರತಿಜ್ಞೆ എടുത്തിട്ട് എന്താ വെച്ചെന്നെങ്കിൽ ഒന്ന് റമദാന് 30 കിട്ടിയണ്ടെങ്കിലും 30 റമദാന് പള്ളിയിൽ വെച്ചിട്ട് നോമ്പ് തുറക്കണം. രണ്ടാമത്തെ ഒരു തീരുമാനം എന്താ വെച്ചെന്നുണ്ടെങ്കിൽ അവസാനത്തെ 10 എത്ര ബിസി എന്നുണ്ടെങ്കിലും അതെല്ലാം സൈഡിൽ വെച്ചിട്ട് ഈ റമദാനിൽ എനിക്ക് ഈത്തിക്കാഫ് ദയിക്കോണു ചെന്ത് അയാൾ ചെന്ത് അള്ളാഹുരെ തീരുമാനം നിങ്ങൾ നോക്കോറു. അയാളും വിചാരിച്ചിട്ടില്ല റമദാൻ അയാൾക്ക് സ്വീകരിക്കുക സാധ്യമല്ല ചെന്ത്. നാനും വിചാരിച്ചിട്ടില്ല. അയാൾ മരണപ്പെട്ടത്. അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും അള്ളാഹു കൊടുക്കട്ടെ. ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളെല്ലാ സഹോദര സഹോദരിമാർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസുലു ഞങ്ങളെയും ഞങ്ങളെയും ഒത്തൊരുമിക്കുക കണ്ടുമുട്ടുക അള്ളാഹു തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. അതേത്തിക്കറ് സഹോദരന്മാരെ, ഞങ്ങൾക്കും പിടിയില്ല ഈ റമദാൻ ഉണ്ട്. റമദാൻ 1 ഞങ്ങൾ ഉള്ളത്. ഇത് പൂർണ്ണമായിട്ട് പൂർത്തിയാക്കുക ഞങ്ങൾക്ക് സാധിക്കുക. എത്ര നോമ്പ് ഞങ്ങളെ കൊണ്ടെടുക്കുകയാവൂ ഒന്നും ഞങ്ങൾക്ക് പിടിയില്ല. ഒഫൗക തഖ്ദീരിന ലില്ലാഹി തഖ്ദീറു. ഞങ്ങ കണക്കാക്കിയതിരെ മേലയച്ചിക്കറ് അള്ളാഹുരെ തീർമാന. അപ്പം അതുകൊണ്ടു വിശ്വാസികളായിട്ടുള്ളതായ ആൾമാരെ സംബന്ധിച്ചോളം അള്ളാഹു തൻ്റെ വലിയ ഒരു നിഅമത്ത് എത്തിക്കറ്. ഈ പവിത്രമായിട്ടുള്ളതായ നാളുകളിൽ ഞങ്ങൾ കഴിഞ്ഞു പോണ്ടത്. മഹാന്മാരായ ഖുർആനിലെ വ്യാഖ്യാനം എഴുതിയതായ മുഫസ്സിരീങ്ങ ഞങ്ങളെ തഫ്സീറിൽ രേഖപ്പെടുത്തുകാറ്. വിശ്വാസിരെ നോമ്പ് ചെന്നിട്ടെങ്കിൽ അത് എങ്ങനെയിട്ട് വേണം? മനസ്സുകൊണ്ടുള്ളതായ ഇബാദത്ത്, തടി കൊണ്ടുള്ളതായ ഇബാദത്ത്, നാവ് കൊണ്ടുള്ളതായ ഇബാദത്ത്, സമ്പത്ത് കൊണ്ടുള്ളതായ ഇബാദത്ത്, 4 നിലക്കുള്ളതായ ഇബാദത്തുണ്ട്. മനസ്സുകൊണ്ടുള്ളതായ ഇബാദത്ത് എന്താ എത്തിക്കറ്? ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ളതായ തഖ്വ എത്തിക്കറ്. അള്ളാഹുരെ പേടി എന്താ എത്തിക്കറ്? തഖ്വ. അതിൻ്റെ ഡെഫിനിഷൻ എന്താ എത്തിക്കറ്? ഒരേ അർത്ഥത്തിൽ ചെല്ലുണ്ടെങ്കിൽ അള്ളാഹു കൽപ്പിച്ചതായ കാര്യ ഏതെല്ലാം ഉണ്ടാ അത് ജീവിതത്തിൽ പരിപൂർണമായിട്ട് കൊണ്ടുവണ്ടത്. അള്ളാഹു വിരോധിച്ചതായ വിട്ടുനിക്കുക ചെന്നതായ കാര്യ ഏതെല്ലാം ഉണ്ടാവും അത് അവനക്ക് എത്ര ലാഭമായിട്ട് തോന്നിയിട്ടെങ്കിലും അതിൽ നിന്ന് പരിപൂർണമായിട്ട് വിട്ടുനിക്കരുത്. ഇതെത്തിക്കറ് തഖ്വ. ഇത് മൂമിനുകല്ലാതെ സാധ്യമേ ഇല്ല. ഇതെത്തിക്കറ് മനസ്സ് കൊണ്ടുള്ളതായ ഇബാദത്ത്, ഇഖ്ലാസ്. ഇത് മനസ്സ് കൊണ്ടുള്ളതായ ഇബാദത്ത്. നല്ലത് കൊണ്ടുള്ളതായ ബിയാറ, മനസ്സ് കൊണ്ടുള്ളതായ ഇബാദത്ത്. നാവ് കൊണ്ടുള്ളതായ ഇബാദത്ത് ഏതയച്ചിക്കറ്? ധാരാളം ഉണ്ട്. അള്ളാഹുരെ വിശുദ്ധമായ ഖുർആൻ ഓതുന്നത്, ഖുർആൻ പഠിക്കുന്നത്, അത് പഠിപ്പാട്ടുறது, ദിക്ർ ചെല്ലുறது, തസ്ബീഹ് ചെല്ലുறது, സ്വലാത്ത് ചെല്ലുறது, നല്ല പലക്ക പറയുന്നത്, ഇങ്ങനെ ധാരാളമായിട്ട് നാവ് കൊണ്ടുള്ളതായ ഇബാദത്തുണ്ട്. അതേപോലെ തടി കൊണ്ടുള്ളതായ ഇബാദത്ത്. ഞങ്ങൾ നിസ്കരിക്കുന്നതായ നിസ്കാര, മറ്റുള്ളതായ സുന്നത്ത് നിസ്കാര, നോമ്പു, അതുപോലെ ചെമ്മ തടി കൊണ്ടെടുക്കുന്നതായ ഇബാദത്തുണ്ട്. സമ്പത്ത് കൊണ്ടുള്ളതായ ഇബാദത്തുണ്ട്. സമ്പത്ത് കൊണ്ടുള്ളതായ ഇബാദത്ത് എന്താ എത്തിക്കേറ്? അള്ളാഹു തന്നതായ സമ്പത്തിരെ
കൃത്യമായിട്ട് അതിനെ കണക്ക് കൂട്ടിയിട്ട് വർഷപൂർത്തിയായിട്ടെങ്കിൽ അതിനെ സക്കാത്ത് കൊടുക്കരുത്, അള്ളാഹുര മാർഗത്തിൽ സദക്കാക്കരുത്, ദാനാക്കരുത്, അള്ളാഹുര മാർഗത്തുക്ക് വേനായിട്ട് അതിനെ ചെലവാക്കരുത്. ഇത് സമ്പത്ത് കൊണ്ടുള്ള ഇബാദത്ത്. എന്നിട്ട് മുഫസ്സിരീങ്ങ നോമ്പ് ഫറദാക്കപ്പെട്ടതായ ആയത്തിൻ്റെ തഫ്സീറിൽ ഞങ്ങൾക്ക് പടിപാട്ടി തണ്ടാറ്. ഒരു വിശ്വാസിരെ നോമ്പ് ചെല്ലുമ്പോഴത്തേക്കു ആണാവട്ട് പെണ്ണാവട്ട് ഈ 4 ഇബാദത്തും അവൻ്റെ നോമ്പുളു ഒത്തൊരുമിക്കണോ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം അവൻ്റെ നോമ്പ് പരിപൂർണമാവുടത്, അള്ളാഹുക്ക് ഇഷ്ടമുള്ളതായ നോമ്പായി തീരുന്നത്. അള്ളാഹു നോമ്പുകാരനക്ക് എന്ത് പ്രതിഫലത്തിക്കർ വെച്ചിര് ആ പ്രതിഫല പൂർണ്ണമായിട്ട് അവനക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ചെന്നതായ 4 ഇബാദത്തും നോമ്പുകാരൻ്റെ ജീവിതത്തിൽ ബർണു ചെല്ലതായിത്തിക്കറ്. ശരിക്കും ഞങ്ങൾ മനസ്സിലാക്കും. പ്രഭാതത്തിനെ പിടിച്ചിട്ട് ഫജിർ സ്വാദിക്ക് വെളിവായെന്ന് പിന്നെ പിടിച്ചിട്ട് സൂര്യ അസ്തമിക്കരോടത്തോളം ഗുറൂബാവരോടത്തോളം തിന്നാമാറ് കുടിക്കാമാറ് പട്ടിണി തെച്ചത് കൊണ്ടുത്തു മാത്രം നോമ്പാവൂല്ല. അങ്ങനെ ഉപവാസം എടുക്കുന്ന എത്ര ആൾമാരുള്ളാറ്, തിങ്കൾ കണക്കിന് നോമ്പെടുക്കുന്ന ആൾമാരുള്ളാറ്. അതുകൊണ്ട് എന്തൊരു കാര്യമില്ലേ. വിശ്വാസികളെ നോമ്പ് ചെല്ലുമ്പോഴത്തേക്ക് ഇതൈത്തിക്കറ് ഞങ്ങളെ മുന്നിൽ കഴിഞ്ഞു പോയതായ സലഫു സ്വാലിഹീങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്, താബീങ്ങ, തബഉ താബീങ്ങ, ഈ 3 ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ച് മരിച്ചുപോയ ആൾമാരെ നോമ്പ് ഇപ്രകാരമായിട്ട് തടി കൊണ്ടുള്ളതായ ഇബാദത്ത് ക്ലിയറായി തിക്കറ്, സമ്പത്ത് കൊണ്ടുള്ള ഇബാദത്ത് പൂർണ്ണമായി തിക്കറ്, നാവ് കൊണ്ടുള്ളതായ ഇബാദത്ത് പൂർണ്ണമായി തിക്കറ്, മുതൽ കൊണ്ടുള്ളതായ ഇബാദത്ത് പൂർണ്ണമായി തിക്കറ്. ഇതായി തിക്കറ് സത്യവിശ്വാസിയായ ആൽമാരെ ഇബാദത്ത്. ആ നിലക്കുള്ള നോമ്പയത്ത് വേണു. നോമ്പ് ഫറദാക്കപ്പെട്ടതായ ആയത്തെ നിങ്ങൾ നോക്കൂ. വിശുദ്ധ ഖുർആൻ 2-ാമത്തെ അധ്യായ സൂറത്ത് ബക്കറയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ചെന്നത് യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വസിച്ച മുഅ്മിനീങ്ങളെ. യാ ബനി ആദം, ഓ ആദമര മക്കളെ ചെന്നല്ല അള്ളാഹു ചെന്നത്. ഖുർആനിൽ അതുപോലെയുള്ള ആയത്ത് കാണ്ട്. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ ചെന്നല്ല അള്ളാഹു ചെന്നത്. യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വസിച്ച മുഅ്മിനീങ്ങളെ. ഇതിന്റെ തഫ്സീറിൽ ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഈ ആയത്തുക്ക് വ്യാഖ്യാനിക്കുന്നത്, തഫ്സീർ കൊടുക്കുന്നത് എന്തായിത്തിക്കറി ചെന്നിട്ടെങ്കിൽ നോമ്പെടുക്കുന്നതായ മനുഷ്യ അവൻ്റെ നോമ്പ് സ്വീകാര്യമാവണുണ്ടെങ്കിൽ ശിർക്ക് കലരാത്തതായ ജീവിതം അവന് നയിക്കണം. അവൻ്റെ ജീവിത സംശുദ്ധമായിട്ട് വേണം, പരിപൂർണമായിട്ടുള്ള മുവഹിദായിട്ട് വേണം, തൗഹീദ് ഉൾക്കൊണ്ടവനായിട്ട് വേണം. അവനെ കുറിച്ച് തൈത്തിക്കർ അല്ലാഹു യാ അയ്യുഹല്ലദീന ആമനു ചെന്നത്. അതിൽ ആണിങ്ങളും ഉൾപ്പെടാറ്, മുഅ്മിനത്തായ പെണ്ണിങ്ങവും ഉൾപ്പെടാറ്. അതല്ലാതെ ഇവിടെ നോമ്പെടുക്കര്, നോമ്പെടുത്തിട്ട് അള്ളാഹു അല്ലാത്തങ്ങളെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കര്, ദർഗത്തുക്ക് പോയിട്ട് കുമ്പിടര്, അങ്ങളെ മധ്യവർത്തിയാക്കര്, അങ്ങനെ അങ്ങളെ ദുആ കേക്കറാറ് ചെന്ന് ബിയേരിക്കര്, അങ്ങളെ പേരിൽ നേർച്ച ബലിദാനം ആക്കര്. ഇത് ഒരിക്കലും വിശ്വാസിരെ നോമ്പല്ല. പൂർണ്ണമായിട്ടുള്ള മുവഹിദായിട്ട് വേണം.
അഥവാ അല്ലാഹുരെ റുബൂബിയത്തിലും അല്ലാഹുരെ ഉലൂഹിയത്തിലും അല്ലാഹുരെ അസ്മാ സിഫാത്തിലും അല്ലാഹുരെ ഏകനാക്കരതായിത്തിക്കർ തൗഹീദ്. തൗഹീദിന്റെ ഡെഫിനിഷൻ എന്തായിത്തിക്കർ? അല്ലാഹുരെ റുബൂബിയത്തില്, അല്ലാഹുരെ ഉലൂഹിയത്തില്, അല്ലാഹുരെ അസ്മാ സിഫാത്തില് അല്ലാഹുരെ മാത്ര സീമിതാക്കരുത്, അല്ലാഹുരെ മാത്ര ഏകനാക്കരുത്. ഇതില് ഒരാൾക്കും ഒരു പാർട്ട്ണറില്ല ചെന്ന് പൂർണ്ണമായിട്ട് ഹൃദയ കൊണ്ട് ഉറപ്പിക്കരുത്, നാവ് കൊണ്ട് വ്യക്തമാക്കരുത്. ഇതായിത്തിക്കര തൗഹീദ്. ശിർക്ക് ഇതിന് നേരെ എതിരായിത്തിക്കര്. ജഅല ശരീകു ലില്ലാഹ് ഫി റുബൂബിയതിഹി വ ഇലാഹതിഹി വ അസ്മാഇ വ സിഫാതിഹി. അല്ലാഹുരെ റുബൂബിയത്തിലാവട്ടെ, അല്ലാഹുരെ ഉലൂഹിയത്തിലാവട്ടെ, അല്ലാഹുരെ അസ്മാ സിഫാത്തിലാവട്ടെ, ഏതെങ്കിലും ഒന്നുലു അല്ലാഹുരെ പാർട്ട്ണറാക്കിയണ്ടെങ്കിൽ, ശരീക്കാക്കിയണ്ടെങ്കിൽ അത് ശിർക്കയച്ചിക്കറ്. അപ്പോ ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് മുക്തനായിട്ട് വേണം നോമ്പെടുக்கிற ആൾമാർ. അതയച്ചിക്കറ് യാ അയ്യുഹല്ലദീന ആമനൂ. പേജ് കണക്കിന് മുഫസ്സിരിങ്ങ അതിനെ വിശദീകരിച്ചിരാറ്. ശിർക്കരെ ഒരു അംശ പോലും അവന്റെ വിശ്വാസത്തിലാവട്ടെ അവന്റെ കർമ്മത്തിലാവട്ടെ ഇക്കു തീര എന്നിട്ടെങ്കിൽ എല്ലാം നിഷ്ഫലമായിട്ട്. ആമിലത്തുൻ നാസിബ. അധ്വാനിച്ചിരാറ്, പൈച്ചിത് തെച്ചിരാറ്, തിന്നാമാറ് കുടിക്കാമാറ് തെച്ചിരാറ്, എല്ലാം അയക്കിരാറ്. പക്ഷേ അതെല്ലാം എന്തായിട്ട്? അധ്വാന എല്ലാം നിഷ്ഫലമായിട്ട്, ശൂന്യമായിട്ട്, ഒന്നുമില്ലേ. എന്നിട്ട് അല്ലാഹു ചിലരുടെ നോക്കൂ, കുത്തിബ അലൈക്കുമുസ് സിയാമു, നോമ്പു നിങ്ങളെ മേൽ ഫർളാക്കപ്പെട്ടു, കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെ മേൽ മാത്രല്ല നിങ്ങളെ മുന്നിൽ കഴിഞ്ഞു പോയതായ ആൾമാരെ മേൽ നോമ്പ് ഫർളാക്കപ്പെട്ടതുപോലെ നിങ്ങളെ മേലും നോമ്പ് ഫർളാക്കപ്പെട്ടു. എന്തായിച്ചിക്കറ്? നോമ്പൊരു ലക്ഷ്യ ലഅല്ലക്കും തത്തഖൂൻ. അവിടെ എത്തിക്കറ വിഷയ നോമ്പു നിങ്ങൾക്കും നിങ്ങളെ മുന്നിൽ കഴിഞ്ഞു പോയതായ ആൾമാർക്കും നോമ്പു ഫറലാക്കപ്പെട്ടതിന് ഏറ്റവും മർമ്മമായിട്ടുള്ളതായ ലക്ഷ്യം എന്തായിത്തിക്കർ? ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ തഖ്വ ഉള്ള ആൾമാരായി തീരുകയാനായിട്ട്. തഖ്വയുടെ ഡെഫിനിഷൻ ആച്ചെന്നെ അല്ലാഹുരെ പേടിയുള്ളതായ ആൾമാരായി തീരുകയാനായിട്ട് നോമ്പ് കൊണ്ടുത്ത് തഖ്വ ಯಾರಾವನು? തഖ്വ ಕೊರಡಿ അവിടെ ഉണ്ടായെങ്കിൽ നോമ്പു ഓണുಗೆ എഫക്റ്റ് ആയിട്ടില്ല, നോമ്പു അല്ലാഹു സ്വീകരിക്കില്ല. ഇമാം ഗസാലി റഹ്മഹുല്ല അയാളെ ഇഹ്യാ ഉലൂമുദ്ദീൻ ചെല്ലതായ കിതാബുലു ഈ ആയത്ത് വിശദീകരിക്കറ്. ഒർത്തക്ക് നോമ്പുലു റമദാനിലെ നോമ്പാവട്ട് അല്ലാത്ത സുന്നത്ത് നോമ്പാവട്ട് നോമ്പെടുത്തിട്ട് ഒരു നല്ല കാര്യത്തിൽ നിന്ന് സത്കർമ്മത്തിൽ നിന്ന് അവൻ്റെ മനസ്സ് അവനെ തടയിരേണ്ടെങ്കിൽ ഏത് വിഷയത്തിലാവട്ടെ അവൻ്റെ മനസ്സ് അവനെ തടയിരേണ്ടെങ്കിൽ അപ്പം മനസ്സിലാക്കണോ ഈ നോമ്പു നിഷ്ഫലമായോണ്ടുണ്ടു, ഇത് സ്വീകാര്യാവാத രൂപത്തിലായോണ്ടുണ്ടു. എത്ര നല്ല ഉദാഹരണ. എന്തേ നോമ്പു ചെല്ലത് അല്ല ചെന്നര് ലഅല്ലക്കും തത്തക്കും ചെന്നൈത്തിക്കറ്. നിങ്ങ തഖ്വ ഉള്ളതായ അല്ലാഹുരെ പേടിയുള്ളതായ ആൾമാരായി തീരുകയാനായിട്ട് നോമ്പുകാരൻ്റെ നോമ്പ് കൊണ്ടിട്ട് തഖ്വ വർദ്ധിക്കണം. തഖ്വ കുറടിയാവുടുണ്ടായെങ്കിൽ അവൻ്റെ നോമ്പ് നിഷ്ഫലമായി തീർച്ചെന്തർത്ഥ. മനുഷ്യന്മാരെതിർಲಿ നോമ്പു, ഔത്തരങ്ങളെതിർಲಿ നോമ്പു,
ಪ್ರಭಾದತ್ತರ ಬಿಡಿಚಿತ್ತು ಮಗರಿಬು ತೋಲ ಪೈಚಿ ತೆಚ್ಚಿರ ಎಲ್ಲ ಕರೆಕ್ಟ್. അള്ളാഹുര പക്കല് പ്രതിഫല കിട്ടല നല്ല വിശദീകരണ ഐറ്റിക്കർ ഇമാം ഗസാലി കൊടുക്കരുത്. ഉദാഹരണ ചെൽ സദക്ക ആക്കുമ്പോഴത്തേക്കും ഒരു സദക്ക എത്ര വലിയ പ്രതിഫലമായി തിക്കർ, എത്ര വലിയ കൂലിയുള്ള വിഷയത്തിക്കർ. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല എത്ര 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 ജാഗല് അതിനെ വിശേഷിപ്പിച്ച. സൂറത്ത് ബഖറയുടെ തുടക്കത്തിൽ അല്ലാഹു മുത്തഖീങ്ങ ചെന്നെങ്കിൽ 6 ചെന്ന അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത وَمِمَّا رَزَقْنَاهُمْ يُنْفِقُونَ. ഈ വിശുദ്ധമായിട്ടുള്ളതായ ഖുർആൻ അത് ഒരു സംശയത്തുക്കും ഇടയില്ല. ഹുദല്ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് മാർഗദർശനമായി തിക്കറ്. തഖ്വ ഉള്ളതായ അല്ലാഹുരെ പേടിയുള്ളതായ മുത്തഖീങ്ങളായ ആൾമാർക്ക് അത് മാർഗദർശനമായി തിക്കറ്. എന്നിട്ട് മുത്തഖീങ്ങ ചെന്നെങ്കിൽ 6 അല്ലാഹു ചെൽറ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അങ്ങ് ഗൈബ് കൊണ്ടുത്ത് വിശ്വസിക്കറ ആൾമാരായി തിക്കറാറ്. അദൃശ്യ കൊണ്ടുത്ത് വിശ്വസിക്കറതായ ആൾമാരായി തിക്കറാറ്. വയുഖീമൂന സ്വലാത്ത, നിസ്കാരത്തിലെ കൃത്യമായിട്ട് അതിരെ വഖത്തിലെ നിലനിർത്തിയതായ ആൽമാരായി തിക്കറാറ്. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അല്ലാഹു കൊടുത്തതിരെ അല്ലാഹുരെ മാർഗത്തിൽ ചെലവാക്കുന്നതായ ആൽമാരായി തിക്കറാറ്. അങ്ങനെ തിക്കറാറ് തഖ്വ ഉള്ള ആൽമാർ ചെന്നെങ്കിൽ അല്ലാഹു വിശുദ്ധ ഖുർആൻ 2-ാമത്തെ അധ്യായ സൂറത്ത് ബഖറയുടെ തുടക്കത്തിൽ അല്ലാഹു തആല ചെൽറ. അപ്പോ റമദാനില് ദാനധർമ്മത്തിൽ നിന്ന് സദഖത്തിൽ നിന്ന് അവൻ്റെ മനസ്സ് തടയിരണ്ടെങ്കിൽ അവൻ്റെ നോമ്പു അല്ലാഹു സ്വീകരിക്കില്ല. ചിലർക്കുള്ള ഒരു അടയാളം എത്തിക്കറ്. കാരണം അത് തഖ്വ വർദ്ധിക്കുള്ള കാരണമായി തിക്കറ് സദഖ. ഉദാഹരണമായിട്ട് ചിലത് ഇങ്ങനെ ഏത് സത്കർമ്മത്തിൽ നിന്ന് അല്ലാഹു ഒരു വിശുദ്ധമായ ഖുർആൻ, ഖൈറുൽ കലാമി കലാമുല്ലാഹ്, കലാമിൽ വെച്ചിട്ട് ഏറ്റവും ഖൈറായിട്ടുള്ളതായ കലാം അല്ലാഹു ഒരു വിശുദ്ധമായ ഖുർആനായി തിക്റ്. ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫിയൻ ലിഅസ്ഹാബിഹി. ഖുർആൻ നിങ്ങൾ ധാരാളമായിട്ട് ഓതൊരു, പാരായണാക്കൊരു, തിലാവത്താക്കൊരു. നാളെ ഖിയാമത്ത് നാളിൽ ആ ഖുർആൻ നിങ്ങളെ ബെസ്റ്റ് ചങ്ങായിയായിട്ട്, ഫ്രണ്ടായിട്ട്, നിങ്ങളപ്പുറം നിങ്ങൾക്ക് ഷഫാഅത്താക്കുകയായിട്ട്, റെക്കമെൻഡ് ആക്കുകയായിട്ട് നാളെ പരലോകത്തിൽ നിങ്ങളൊട്ടിക്ക് ഖുർആനുണ്ടു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വിശുദ്ധമായ റമദാനില് ഒരാള് ഖുർആൻ ഓതുകൂ, ഖുർആൻ പഠിക്കൂ, അല്ലെങ്കിൽ ഖുർആൻ ക്ലാസ് ഇവിടെ പള്ളിയിൽ നടക്കരുത്, നല്ല ക്ലാസ് നടക്കരുത്. അതിൽ നിന്ന് അവൻ്റെ മനസ്സ് തടയിരണ്ടെങ്കിൽ അവൻ്റെ നോമ്പ് അവനക്ക് എഫക്റ്റ് ആവില്ലേ. കാരണം ഏറ്റവും പ്രതിഫലർഹമായിട്ടുള്ളതായ ഒരു അർഫ് ഓതിയെങ്കിൽ 10 ഹസനത്ത്, അത്ര കൂലിയുള്ളതായ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതുന്നതിൽ നിന്നും പഠിക്കുന്നതിൽ നിന്നും അവൻ്റെ മനസ്സ് അവനെ തടയിരണ്ടെങ്കിൽ നോമ്പ് അവനുകു എഫക്റ്റ് ആവില്ല. ഞങ്ങൾ മനസ്സിലാക്കേണ്ട കുറേ വിഷയമുണ്ട്. എന്തൈച്ചിക്കറ് നോമ്പ്, ഒരാളെ നോമ്പ് അല്ല സ്വീകരിച്ചെങ്കിൽ അതുക്കുള്ള പ്രതിഫലം എന്തൈച്ചിക്കറ്. ഇത്ര ഗൗരവമായിട്ട് ചിന്തിക്കാൻ തഖ്വ വർദ്ധിക്കണം. ഖുർആൻ ചെന്നത് എന്തൈച്ചിക്കറ് നോമ്പൊരു ലക്ഷ്യ. നോമ്പ് എന്ത് കഴിച്ചിക്കറ് ഫറലാക്കപ്പെട്ടത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വ ഉള്ള ആൾമാരായി തീരുകയാനായിട്ട്.
അയെങ്കില യാർത്തിലേറെ ആൽമാർ ഞങ്ങളെ സ്വന്തം നഫ്സിಗೆ ഞങ്ങ കൈവച്ചിട്ടൊന്ന് ആത്മ അവലോകന ആക്കിയിട്ടെങ്കിൽ സഹോദരന്മാരെ സഹോദരിമാരെ ഞങ്ങൾക്ക് ഇതിൽ റിസൾട്ട് എടുക്കാം. ഞങ്ങളെ നോമ്പ് കൊണ്ടുത്ത് തക്കുവ യാരായിരാ അല്ല തക്കുവ കുറഞ്ഞിരാ. ഞങ്ങൾക്ക് സ്വന്തത്തിൽ റിസൾട്ട് എടുക്കാം. എത്ര ആൾമാരുള്ളാറ് റമദാനില് മഗ്രിബ് നിസ്കാരത്തിലെ ജമാഅത്ത് നഷ്ടപ്പെട്ടത്. ജമാഅത്ത് കൃത്യമായിട്ട് നിസ്കരിക്കുന്നതായ ആൾമാർ പോലും അങ്ക് ജമാഅത്തിലെ റക്അത്ത് നഷ്ടപ്പെട്ടു. എന്തുകൊണ്ട്? പള്ളിയിലുള്ളതായ ജമാഅത്ത് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ജമാഅത്തിലെ റക്അത്ത് നഷ്ടപ്പെട്ടു. അപ്പമേ ഞങ്ങൾക്ക് ചിന്തിക്കാം, ആത്മാവലോകനാക്കാം. ഇണ്ട് പ്രഭാതത്തിനെ പിടിച്ചിട്ട് ഗുറൂബ് തോളം എടുത്തതായ നോമ്പു, ഹറാമിൽ നിന്ന് വിട്ടു നിന്നിട്ട് എടുത്തതായി ഈ നോമ്പ് കൊണ്ടുത്ത് നിന്റെ മഗ്രിബ് നിസ്കാരത്തിലെ ജമാഅത്ത് നഷ്ടപ്പെട്ടിട്ടെങ്കിൽ, ഈ ജമാഅത്തിലെ റക്അത്തിനൊക്കെ നഷ്ടപ്പെട്ടിട്ടെങ്കിൽ നിന്റെ തക്വ കൂടിരാ തക്വ കുറഞ്ഞിരാ. ಇದಕ್ಕೆ ಬೇರೆಂದು ನಂಗೆ ತೇಡಿಂಡು പോകേണ്ട അകത്യ ഇല്ല. ಬೇರೆ ಹೊರತಕ್ಕೆ ಬೆರಳು ಕಾಟ್ರದಾಯ ಅಗತ್ಯ ಇಲ್ಲ. ഞങ്ങളെ സ്വന്തം നഫ്സിಗೆ ഞങ്ങൾ ಬೆರಳು കാട്ടിച്ച് ഒന്ന് ചിന്തിച്ചെങ്കിൽ, ആത്മാവലോകനാക്കിയിട്ടെങ്കിൽ എത്ര ആൾമാർ നോമ്പ് തുറക്കുന്നതായ സന്ദർഭത്തിൽ ധാരാളമായിട്ടുള്ളതായ ഫലഹാരങ്ങൾ, ധാരാളമായിട്ടുള്ളതായ മധുരപാനീയങ്ങൾ, നാനാനം തിര വെറൈറ്റി ഉള്ളതായ ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇത് ഡൈനിങ് ടേബിളിൻ്റെ മേലെ നിരത്തി വെച്ചിട്ട് ഇതെല്ലാം തീന്ത് ബന്ത് നിസ്കരിക്കുമ്പോൾ കൂടെ ജമാഅത്ത് തീന്നറ് പർത്തിൽ വന്നിട്ട് വേറെ ഒരു ജമാഅത്ത് എന്ത് പായതുകൊണ്ട് അങ്ങനെ അവ ಗೊತ್ತೀರ. ഈ റമളാനിര നോമ്പ് കൊണ്ടുത്തു ഒരു ജമാഅത്ത് വിട്ടിട്ട് ഒരു റക്അത്തും ഞങ്ങൾക്ക് നഷ്ടപ്പെട ಗೊತ್ತೀರ. അത്ര ഞങ്ങൾ സൂക്ഷ്മത പാലിക്കണോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ സഹാബത്തിരെ നോമ്പല്ല അതുപോലെ ഇണ്ട്. അത് വലിയ വിഷയമേ അല്ല മനുഷ്യന്മാർക്ക്. സുന്നത്ത് നിസ്കാര അത് നഷ്ടപ്പെടുത്ത കുത്തീറ. ധാരാളമായിട്ട് പ്രതിഫല കിട്ടതയച്ചിക്കറ്. ഇൻ്റെ എത്രത്തോളം ചെന്നെങ്കിൽ തറാവിക്ക് വേണ്ടതായ ആൾമാർ പോലും ഇസാ നിസ്കരിച്ചിട്ടായെന്ന് പിന്നെ പർത്തിൽ പോയിട്ട് പലക്ക പറഞ്ഞിത്ത അല്ലെങ്കിൽ തണ്ണി കുടിച്ചിത്ത ഇസാ നിസ്കാരത്തിന് ശേഷമുള്ളതായ ജൻറക്കാലത്ത് സുന്നത്ത് നിസ്കാര റവാത്തിബ് അത് മൊക്കതായ സുന്നത്ത് നിസ്കാരമായി ചിക്കറ് അത് നിസ്കരിക്കില്ലേ. തറാവിക്ക് ബന്ധ് കൂട്ടുന്നതായ ആൾമാരുള്ളാർ എത്രത്തോളം ചെന്നെങ്കിൽ ഇഷാര ജമാഅത്തുക്ക് വരാതെ തറാവി നിസ്കാരത്തുക്ക് ബന്ധ് തറാവി നിസ്കാരം ആകുമ്പോഴത്തേക്ക് ഇഷാര ജമാഅത്ത് നിസ്കരിக்கிறவங்க உள்ளாரு. വിഷയ കൂടെ എത്തിക്കറ് എന്തുകൊണ്ടുത്തു ഇഷായിരെ ജമാഅത്ത് നഷ്ടപ്പെട്ടിട്ട് മസ്അല വേറെ എത്തിക്കറ്. തറാവി നിസ്കരിக்கிறവന്റെ ബാക്കിൽ ഇസാ നിസ്കരിக்கிறവനോ തുറന്നിട്ട് നിസ്കരിച്ചിട്ടെങ്കിൽ നിസ്കാരം സഹിയാവും, അത് വേറെ വിഷയ. എന്തുകൊണ്ടു ഇഷായിരെ ജമാഅത്ത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ട് അതയച്ചിക്കറ ഞങ്ങ ആത്മ അവലോകനാക്കണയത്. ഇഷായിരെ ശേഷമുള്ളതായ ജൻറക്കാത്ത് സുന്നത്ത് നിസ്കാര അത് റവാത്തിബ് അയച്ചിക്കറ് മുഅക്കദ് അയച്ചിക്കറ്. ഏറ്റവും മിടുക്കായിട്ടുള്ള സുന്നത്ത് നിസ്കാര അത് ഞങ്ങ ഈ 8 റക്അത്ത് നിസ്കരിക്കുന്നതായ തറാവി നിസ്കാരത്തിനെ കാട്ടി ഏറെ ശ്രേഷ്ഠത ഉള്ള നിസ്കാര ആ 2 റക്അത്ത് കഴിച്ചിക്കറ്. അതില്ലേ ഇങ്ങനത്തെ ചില ആൾമാരുള്ളാറ്. അതേപോലെ സുബഹിരെ മുന്നോലു സുന്നത്ത് നിസ്കരിക്കാത്ത ആൾമാർ റമളാനിൽ മാത്രം പള്ളിക്ക് വേണ്ടതായ ആൾമാർ ഇതേതും നോമ്പ് സ്വീകരിക്കപ്പെട്ടതൊരു അലാമത്തല്ല. വിശ്വാസികളെ നോമ്പ് ചെന്നിട്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പടിപാട്ടിയതും അതായിത്തിക്കർ. മൻസാമ റമളാന
ഈമാനം വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഒരാൾ നോമ്പെടുത്തിട്ട് റമദാനിലെ എങ്ങനെ ചിക്കർ അയാൾ നോമ്പെടുത്തത്? ഈമാനം വഹ്തിസാബ, ഈമാനോട് കൂടിയിട്ട് വിശ്വാസപൂർണമായ നിലക്ക് തൗഹീദിൽ അടിയുറച്ചിട്ട് വഹ്തിസാബ, അള്ളാഹുരെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ച, അബ്ബക്ക് വേണായിട്ടല്ല, ഉമ്മക്ക് വേണായിട്ടല്ല, ഉസ്താദക്ക് വേണായിട്ടല്ല, മുതലാളിക്ക് വേണായിട്ടല്ല, തൊഴിലാളിക്ക് വേണായിട്ടല്ല, റായത്തോണക്ക് വേണായിട്ടല്ല, ചങ്ങായിമാർക്ക് വേണായിട്ടല്ല, ആർക്ക് വേണായിട്ടല്ല, സർവലോക സൃഷ്ടാവായ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബുരെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചിട്ട് ഒരാൾ നോമ്പെടുത്തേണ്ടെങ്കിൽ എങ്ങനെ? ഈമാനൻ തൗഹീദോടു കൂടെ മുവഹിദായ നിലക്ക് വിശ്വാസപൂർണമായ നിലക്ക് അള്ളാഹുരെ പ്രതിഫല ആഗ്രഹിച്ചിട്ട് നോമ്പെടുത്തേണ്ടെങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ കഴിഞ്ഞു പോയതായ എല്ലാ ദോഷത്തിനെയും അള്ളാഹു പുറത്തു മാഫാക്കി കൊടുക്കുക. കണ്ടീഷൻ ഈമാൻ ഇഹ്തിസാബ്. ക്ലിയർ ആവണം തൗഹീദ്, അള്ളാഹുരെ പ്രതിഫലം മാത്രം ആഗ്രഹിക്കുന്നു. അതൈത്തിക്കറ് വിശ്വാസിക്ക് നോമ്പ് കൊണ്ടുത്ത് കിട്ടതായ നേട്ട. ഒരു വിഷയം മാത്രം ചെന്ന് അവസാനിപ്പിക്കറേ, ധാരാളമായിട്ട് നോമ്പുമായിട്ട് ബന്ധപ്പെട്ടതായ ಅದರ ಪ್ರತಿಫಲ ಚೆಲ್ಲದಾಯ ಹದೀಸುകൾ ചരിത്രങ്ങൾ ധാരാളമായിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് നിങ്ങൾ നോക്കൂ, ലിസാഹിമി ഫർഹത്താനി, നോമ്പുകാരക്ക് രണ്ട് സന്തോഷ, വല്ലാത്ത ഒരു സന്തോഷ ചിക്രത്. ഒന്നു വഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിലുള്ള ഒരു സന്തോഷമുണ്ട്. എന്തേ? നാനാനന്തര വെറൈറ്റുള്ളതായ മധുര പലഹാരങ്ങളും ഫ്രൂട്ട്സുകളും ജ്യൂസുകളും കണ്ടെത്തുന്നതല്ല. അല്ലാഹുവേ, ഫജ്ർ സാദിക്ക് വെളിവായെന്ന് പിന്നെ ഈ സൂര്യാസ്തമിക്കറോടത്തോളം എല്ലാത്തിനെയും നിയന്ത്രണാക്കിത്ത് നിന്റെ കണ്ണിരെയും നാവുരെയും കാതിരെയും ശരീരത്തിലെ എല്ലാം നിയന്ത്രണാക്കിത്ത് ഹറാമിൽ നിന്ന് വിട്ടു നിന്നിട്ട് അല്ലാഹുവേ നിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചിട്ട് ഈ നോമ്പുരനക്ക് പൂർത്തിയാക്കുകയിച്ചല്ലേ. അത് വിശ്വാസ ഹൃദയത്തിൽ കടന്നിട്ട് പറഞ്ഞ ആ സന്തോഷ. ഈ നോമ്പുരനക്ക് പൂർത്തിയാക്കുകയിച്ചല്ലേ പൂർണ്ണമായ നിലക്ക്. ഇന്നത്തെ സുബഹിര ജമാഅത്ത് നഷ്ടപ്പെടുത്താതെ, ഇന്നത്തെ ളുഹുർ ജമാഅത്ത് നഷ്ടപ്പെടുത്താതെ, ഇന്നത്തെ അസർ നിസ്കാരത്തിലെ ജമാഅത്ത് നഷ്ടപ്പെടുത്താതെ, ഇണ്ടത്തെ മഗ്രിബ് നഷ്ടപ്പെടുത്താതെ, ഒരു വക്തിലെ ജമാഅത്ത് പോലും നഷ്ടപ്പെടുത്താതെ അല്ലാഹുവേ നിന്റെ വിശുദ്ധമായ ഖുർആൻ ഓദിത്ത്, ഖുർആൻ പഠിച്ചിട്ട്, ദിക്ർ ചെന്നിട്ട്, തസ്ബീഹ് ചെന്നിട്ട്, ദാനധർമ്മ കൊണ്ടുത്തു, തടി കൊണ്ടുത്തു എന്തെങ്കിലും എൽപ്പാക്കുക തീരുണ്ടെങ്കിൽ അത് എൽപ്പാക്കിയിട്ട് അല്ലാഹുവേ ഇന്നത്തെ നോമ്പുരേതാനാണ് തുറക്കുകയത്തിക്കറ് പോണ്ട് പൂർത്തിയാക്കുകയത്ത് അവർ സന്തോഷം മനസ്സിലെ ഉൽഗത്തിൽ പണ്ട് വിശ്വാസിക്ക് മാത്രം എത്തിക്കറത്. അതൈത്തിക്കറ ആ സന്തോഷം ചെന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലാതെ ഭക്ഷണത്തിലെയും പാനീയങ്ങളെയും കണ്ടിട്ടുള്ള സന്തോഷമല്ല. രണ്ടാമത്തെ ഒരു സന്തോഷ അത് അല്ലാഹു പരലോകത്തും മാറ്റിവെച്ചിര വല്ലാത്ത സന്തോഷമായി തിക്കറ്. വഫറഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, യജമാനനായ സർവശക്തനായ പടച്ച റബ്ബിനെ നാളെ കാണുള്ളതായ ഭാഗ്യ. എല്ലാവർക്കും അല്ലാഹുരെ കാണുള്ളതായ ഭാഗ്യയില്ല. അല്ലാഹു ഉദ്ദേശിച്ചതായ ആൾമാരെ കാണുകയത്തിക്കറ്. അല്ലാഹു ഉദ്ദേശിച്ച ആൾമാർക്ക് കിട്ടതായ വലിയ ഒരു സൗഭാഗ്യത്തിക്കറ്. ഞങ്ങളെ സൃഷ്ടിച്ചിട്ട് പരിപാലിച്ചിട്ട് ഞങ്ങൾക്ക് എല്ലാം ഈ ദുനിയാവിൽ സൗകര്യപ്പെടുത്തി തന്നതായ ഞങ്ങളെ റബ്ബു
ഞങ്ങൾ ജീവിക്കുന്നത് അവൻ്റെ ഭൂമിയിലയച്ചിക്കറ്, ഞങ്ങൾ നടക്കുന്നത് അവൻ്റെ ഭൂമിയിലയച്ചിക്കറ്, ഞങ്ങൾ ഉറങ്ങുന്നത് അവൻ്റെ ഭൂമിയിലയച്ചിക്കറ്, ഞങ്ങളെ ഉപജീവന മാർഗം അവൻ്റെ ഭൂമിയിലയച്ചിക്കറ്, ഞങ്ങളെ വിശ്രമം അവൻ്റെ ഭൂമിയിലയച്ചിക്കറ്, ഞങ്ങളെ ഉറക്കം അവൻ്റെ ഭൂമിയിലയച്ചിക്കറ്, എല്ലാം അള്ളാഹുരെ ഭൂമിയിലയച്ചിക്കറ്. ഇതെല്ലാം ഞങ്ങൾക്ക് തന്നതായ റബ്ബുരെ ഞങ്ങൾ കണ്ടിട്ടില്ല. നാളെ വിശ്വാസികളായിട്ടുള്ളതായ ആൾമാർക്ക് അള്ളാഹുരെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചിട്ട് നോമ്പെടുത്തതായ യഥാർത്ഥ സത്യവിശ്വാസികളായ ആൾമാർക്ക് അള്ളാഹുരെ കാണുള്ളതായ ഒരു ഭാഗ്യമുണ്ടോ? അത് വല്ലാത്ത ഭാഗ്യമായി തിക്കറ്. സൂറത്ത് കഹ്ഫിലെ അവസാന ഭാഗത്തിൽ അല്ലാഹ് ചെന്ന ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. അല്ലാഹുരെ കാണുന്നുണ്ട് ആരെങ്കിലും ആസപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൊതിക്കുന്നുണ്ടെങ്കിൽ അവന് സ്വാലിഹായ സത്കർമ്മം അവന് അധികരിപ്പിക്കട്ടെ, ആക്കട്ടെ. അവൻ്റെ ഇബാദത്തിൽ ഒരിക്കലും ശിർക്ക് അവന് കൊണ്ടുവരാണ്ടിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചെന്നപ്പോ സഹാബിമാർ നബിരൊട്ടിക്ക് കേൾക്കുறார், അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളെ റബ്ബുരെ ഞങ്ങൾ കാണ്ടമാ, എങ്ങനെ ഇച്ചിക്കറ ഞങ്ങളെ റബ്ബുരെ ഞങ്ങൾ കണ്ടുമുട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ത് ആകാശത്തിൽ കാർമേഘ ഇല്ലുണ്ടായെങ്കിൽ, ആകാശ ക്ലിയറായി തിന്നുണ്ടായെങ്കിൽ, പതിനാലാമത്തെ നിലാവു ചന്ദ്രനെ എത്ര പൂർണ്ണമായിട്ട് ക്ലീനായിട്ട് നിങ്ങൾ കാണ്ടാറ്, അതിനെക്കാട്ടി ക്ലിയറായിട്ട് നിങ്ങൾക്ക് നാളെ റബ്ബുരെ കണ്ടുമുട്ടാം. വിശ്വാസികളായ ആൾമാർ റബ്ബുരെ നോക്കുവാറ്. ഇത് വിശ്വാസപൂർണമായ അള്ളാഹുരെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചിട്ട് അതിലെ എല്ലാ നിബന്ധനകളും പാലിച്ചിട്ട് എടുത്തതായ നോമ്പുകാരക മാത്രമായിത്തിക്കറിയ തൗഫീഖുള്ളത്. എല്ലാവർക്കും ആ ഭാഗ്യമില്ല. ഇത് നോമ്പ് കൊണ്ട് കിട്ടത ഏറ്റവും വലിയ നേട്ട ഇതായിത്തിക്കറ്. ധാരാളമായിട്ട് ഇതുമായിട്ട് പഠിക്കാനായിട്ടുള്ളതായ വിഷയമുണ്ട്. ഞാൻ സുദീർഘാക്കല്ലേ, നിങ്ങളെല്ലാവരും നക്കവേനായിട്ട് പ്രത്യേക ദ്വാർക്കോറും എൻ്റെ മുട്ടു നമ്പലയച്ചിക്കറ് മടക്കിയിട്ട് ചെമ്മനേരം ദയിക്കുകയാവില്ലേ. അതുകൊണ്ട് ഞാൻ നിപ്പാട്ടെ. എല്ലാവരും നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് എല്ലാവർക്കും പരിപൂർണമായ ആഫിയത്തും ആരോഗ്യം അല്ലാഹു തന്ന് അനുഗ്രഹിക്കട്ടെ. ചെമ്മ ആൾമാർ ദുആ കൊണ്ട് ഏൽപ്പിച്ചിരാറ്. നിങ്ങൾ ദുആർക്കണം. അദ്ദുആഉ സിലാഉൽ മുഅ്മിൻ. ഒരു മൂമിനരെ ആയുധയിത്തിക്കറ് ദുആ ചെല്ലറത്. അത്രയും ഫലവത്തായിട്ടുള്ള ഒരു ഇബാദത്തായിത്തിക്കറ് പ്രാർത്ഥന അല്ലേ. എല്ലാവർക്കും നിങ്ങൾ ദുആർക്കണം. മരിച്ചുപോയ ആൾമാർക്ക് അല്ലേ. റബ്ബന ഗുഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനു റബ്ബന ഇന്നക റഊഫുർ റഹീം. ഖുർആനിൽ അല്ലാഹു ചെന്ന അവൻ്റെ ഇഷ്ടദാസന്മാരെ സ്വഭാവ ഗുണങ്ങൾ അങ്ങ് ദ്വാരക്കുവാർ. റബ്ബന, ഞങ്ങളെ റബ്ബേ, ഞങ്ങൾക്ക് നീ പൊറത്തു താ റബ്ബേ. ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളെ മുന്നിൽ ഈമാൻ കിട്ടി മരിച്ചുപോയ ആൾമാർക്കും നീ പൊറത്തു കൊടു റബ്ബേ. അങ്ങലെയും ഞങ്ങളെയും ഇടയിൽ യാതൊരു ഇർജില്ല, നഞ്ചിയില്ല, ഒന്നുമില്ല. അള്ളാഹു അങ്ക് എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ. ഞങ്ങളെ ഖബർ അള്ളാഹു വിശാലമാക്കിയിട്ട് കൊടുക്കട്ടെ. ക്യാൻസർ രോഗത്തിൽ പ്രയാസപ്പെട്ട ആൾമാരുള്ളവർ അള്ളാഹുവെ നീ കാത്ത് സലാമത്താക്ക് റബ്ബേ. പഠിച്ച റബ്ബെ നീ കാത്ത് സലാമത്താക്ക് അല്ലാ. ആ രോഗത്തിൽ പ്രയാസപ്പെട്ട ആൾമാർ അള്ളാഹു ഞങ്ങൾക്ക് പരിപൂർണമായ ആഫിയത്തിനെയും ആരോഗ്യത്തിനെയും നീ തിരിച്ചു കൊടുല്ലാ. ഒരിക്കലും അത്തരത്തിലുള്ള രോഗം കൊണ്ടുത്ത് ഞങ്ങളെയും ഞങ്ങളെ മക്കളമാ ഞങ്ങളെ സഹോദര സഹോദരിമാരമാ നീ പരീക്ഷിക്കല്ലല്ലാ. അള്ളാഹുവേ, ധാരാളമായിട്ട് നടുരെ, ഡിസ്കരെ, ലിവറെ, ധാരാളമായിട്ടുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെട്ട ആൾമാർ അള്ളാഹു എല്ലാവർക്കും ആജിലായ ശിഫ നീ കൊടുത്തു അനുഗ്രഹിക്കല്ല. കടങ്ങളെ കൊണ്ടുത്ത് പ്രയാസപ്പെട്ട ആൾമാരെ കടങ്ങൾ തീർത്തു കൊടുക്കുകയുള്ള മാർഗത്തിൽ നീ എത്തുപാട്ടി കൊടുല്ല. ഹലാലായ നിലക്ക് സമ്പാദിക്കുകയും ഹലാലായത് ചെലവാക്കുകയും അള്ളാഹുവേ നീ തൗഫീക്ക് കൊടുല്ല. പഠിച്ചപ്പേ, ഈ വിശുദ്ധമായ റമദാനിനെ പൂർണ്ണമായിട്ട് നോമ്പെടുക്കുകയും സ്വീകരിക്കുകയും
ഇബാദത്ത് കൊണ്ടത്ത് ധന്യമാവുകയും. അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീക്ക് താ അല്ലാഹ്. എന്തെങ്കിലും അപാകതകൾ അറിഞ്ഞിത്ത അറിയാതമാ ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ പുറത്ത് മാഫാക്കി താ അല്ലാഹ്. അള്ളാഹുവെ ധാരാളമായിട്ട് ഞങ്ങളെ സഹോദരന്മാർ ജയിലിലുള്ളങ്ങ് ഉള്ളാർ. അങ്ങ് അപരാധിയായിട്ടല്ല, നിരപരാധിയായ നിലക്ക് ജയിലിൽ കഴിയുന്ന ധാരാളം ഞങ്ങളെ സഹോദരന്മാരുള്ളാർ. വർഷക്കണക്കിനായിട്ട് ഞങ്ങളെ പെഞ്ഞായി, ഞങ്ങളെ മക്ക, ഞങ്ങളെ ഉമ്മ അങ്ങ് കണ്ണീരെ തണ്ണിയെടുത്തുകൊണ്ടുള്ളാർ. ഞങ്ങൾ സന്തോഷിച്ചുകൊണ്ടുള്ള അള്ളാഹുവെ നിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ടെത്തു, ഫضല് കൊണ്ടെത്തു, ഔദാര്യ കൊണ്ടെത്തു, കാരുണ്യ കൊണ്ടെത്തു. അള്ളാഹുവെ അങ്ങ് ജയിലിൽ നിന്ന് പുറത്തു പറകുള്ള എല്ലാ തെറും നീ ഈസിയാക്കിത്ത് കൊട അല്ലാഹ്. ഇസ്ലാമിൻ്റെ ശത്രുക്കളായ ആൾമാർക്ക് നീ നല്ല മനസ്സ് കൊടു റബ്ബേ. ധിക്കാരിയായ ആൾമാർക്ക് നല്ല മനസ്സ് കൊടു അല്ലാഹ്. ഒരിക്കലും ആ ജയിൽ വാസത്തിൽ നിന്ന് മോചിതരാവാത്ത ഒരു അവസ്ഥ നീ കൊടുക്കരുത് അല്ലാഹ്. അങ്ങ് പരിപൂർണമായ നിലക്ക് ജയിലിൽ നിന്ന് നിരപരാധിത്വം തെളിഞ്ഞിട്ട് പുറത്തു പറകുള്ളതായ തൗഫീക്ക് നീ കൊടുത്തു അനുഗ്രഹിക്കല്ലാ. അല്ലാഹുമ്മ റബ്ബന ളലംന അൻഫുസന വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.